ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. നമ്മൾ ഇന്നലെ പ്രസൻറ്റ് ടെൻസ് പഠിച്ചിരുന്നു, 4 ഫോംസും. ഓക്കെ, അതിൻ്റെ ഒപ്പം നമ്മൾ കോൺകോഡും കുറച്ച് നോക്കി. ഇന്ന് നമുക്ക് പ്രസൻറ്റ് ടെൻസിൻ്റെ എക്സാമ്പിൾസും അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഓരോ ടെൻസ് ഫോംസും ഉപയോഗിക്കേണ്ടതെന്നും അതിനൊപ്പം കോൺകോഡും പറഞ്ഞു പോകാം. കോൺകോഡിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് നാളെ ആയിരിക്കും വരിക. അപ്പം നമ്മൾ പറഞ്ഞു 3 ടെൻസ് ഉണ്ട്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇത് നമ്മൾ ഇന്നലെ പ്രസൻറ്റ് ടെൻസാണ് പഠിച്ചത്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൽ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. പറഞ്ഞു നോക്കുക, സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയപ്പോൾ നമ്മൾ പറഞ്ഞു വെർബിൻ്റെ കൂടെ ING വരും, അപ്പോൾ ഈസ് ആർ ഏതെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. ബിയുടെ ഫോമാണ് ഈസ് ആർ വാസ് വെയർ, പ്രസൻറ്റ് ആയതുകൊണ്ട് ഈസ് ആർ. ഓക്കെ, പെർഫെക്റ്റ് ആണെങ്കിലോ ഹാസും ഹാവും V3യും. പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ING ആണ്. ഹാസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് VING ചേർക്കണം. 4 ഫോംസും കറക്റ്റായിട്ട് പഠിക്കാതെ ബാക്കി കണ്ടിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രസൻറ്റ് ടെൻസിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഹീ ഡാഷ് ടു സ്കൂൾ എവറി ഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വെർബാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊരു സംശയം തോന്നും. അതിന് നമ്മൾ എവറി ഡേ എന്ന് പറയുന്ന വാക്കിനെ എടുക്കുക. സാധാരണ നടക്കുന്ന കാര്യങ്ങൾ, ഹാബിച്വൽ ആക്ഷൻ, യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ പറയുന്ന സമയത്ത് ഇത് നടക്കുന്നില്ല. ഓക്കെ, സാധാരണയായി നടക്കുന്ന കാര്യമാണ്, അതെല്ലാ ദിവസവും നടക്കും, ഈ പറഞ്ഞ ദിവസവും ഉണ്ട്. പക്ഷേ പറയുന്ന സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. എവറി ഡേ എന്ന് പറയുന്നുണ്ട്, നൗ എന്ന് പറയുന്നില്ല. ഓക്കെ, പറയുന്ന സമയത്ത് നടക്കുന്നില്ല, പക്ഷേ എന്നും നടക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒന്ന് ഫോം ആലോചിച്ച് നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എന്താണ് ഇവിടെ? ഹീ തന്നിട്ടുണ്ട്. ഇനി V1 എടുക്കുമ്പോൾ ഗോ വരാം, അല്ലെങ്കിൽ ഗോസ് വരാം. ഓക്കെ, ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിനൊപ്പം വരുന്ന വെർബ് ഒരു സിംഗുലർ വെർബായിരിക്കണം, ഗോസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഗോസ് ആണ്. ഹീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. ഓക്കെ, സാധാരണ നടക്കുന്ന കാര്യമാണ്, പക്ഷേ അത് പറയുന്ന സമയത്ത് നടക്കുന്നില്ല. ഓക്കെ, എന്നാൽ ഈ പറയുന്ന സമയത്താണ് നടക്കുന്നതെങ്കിലോ അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്: വിച്ച് സെൻറ്റൻസ് ഈസ് ഇൻ ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുക. എന്നാൽ പ്രസൻറ്റ് ആകുമ്പോഴോ അതിന് മുമ്പിലൊരു ബി ഫോം ഉപയോഗിക്കണമല്ലോ. ബി ഫോം ഈസ് ആറാണ് ബി ഫോം പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. ഓക്കെ, ഷീയുടെ കൂടെ സിംഗുലർ വെർബായിട്ടുള്ള ഈസാണ് ഉപയോഗിക്കേണ്ടത്. ഹെൽപ്പിംഗ് വെർബാണ് ഈസ്. വെർബ് ING ഫോമിൽ റൈറ്റിംഗ് എന്ന് ഉണ്ട്. അപ്പോൾ ഷീ ഈസ് റൈറ്റിംഗ് പോയംസ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഷീ ഈസ് പ്ലസ് VING റൈറ്റിംഗ്. അപ്പോൾ പറയുന്ന സമയത്ത് തന്നെ നടക്കുന്ന കാര്യമായിരിക്കണം. എന്ന് നടക്കുന്ന കാര്യമാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്, പറയുന്ന അതേ സമയത്ത് തുടരുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഐ ആം ടീച്ചിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ പ്ലസ് VING. ഓക്കെ, അടുത്തത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് സാധാരണ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അത് ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയും. യൂഷ്വലി, ഓഫൺ, എവറി ഡേ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? പറയുന്ന സമയത്ത് ആ പ്രവൃത്തി തന്നെയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഹാസ് ഓർ ഹാവ്. അത് പ്രസൻറ്റ് ആയതുകൊണ്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ നമ്മൾ ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് നോക്കിയെടുക്കണം. ദേ ആണ് സബ്ജക്റ്റ് ഇവിടെ. ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലോ. അതിനൊരു പ്ലൂറൽ വെർബ് കൊടുക്കണം, ഓക്സിലറി വെർബ് കൊടുക്കാം, ഹാവ് കൊടുക്കണം. ഓക്കെ, ഹാവ് പ്ലസ് V3 പ്ലേഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി വരും ആൻസർ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു, അത് ഇപ്പോൾ ഉടനെ കഴിഞ്ഞതേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഫിനിഷ്ഡ് എന്നുള്ള ഒരു പ്രവൃത്തി പൂർത്തിയായിട്ട് ആ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. നമ്മൾ വേറൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുകയോ
ഈ ചെയ്ത പ്രവൃത്തി മാറുകയോ ചെയ്തിട്ടില്ല, അത് ആ സ്ഥിതിയിൽ തന്നെ തുടരുന്നു. പ്രവൃത്തി പൂർത്തിയായ അവസ്ഥയിൽ തന്നെ തുടരുന്നതിനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് പൂർത്തിയായതേ ഉള്ളൂ, അല്ലെങ്കിൽ ഓൾറെഡി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഐ ഹാവ് ഓപ്പൺഡ് ദ ഡോർ. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ ഹാവ് ഓപ്പൺഡ്. ഓക്കെ, ഹാവ് ഓപ്പൺഡ് എന്ന് പറഞ്ഞപ്പോൾ ഹാവ് പ്ലസ് V3 ആയി. ഐ യു എല്ലാം നമ്മൾ പ്ലൂറൽ ഫോംസ് ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ ഹാവ് ഓപ്പൺഡ് ദ ഡോർ, യു മേ കം ഇൻ എന്ന് പറഞ്ഞപ്പോൾ ഇനി നിങ്ങൾക്ക് വരാം, ഓപ്പണായി തന്നെ കിടക്കുകയാണ്, ഞാൻ ഓപ്പൺ ചെയ്തു, ആ പ്രവൃത്തി പൂർത്തിയായി, നിങ്ങൾക്ക് കടന്നു വരാം. കാരണം എന്താ? അത് തുറന്ന് തന്നെ കിടക്കുകയാണ്. അതായത് ആ പൂർത്തിയാക്കിയത് എങ്ങനെയാണ്? തുറന്ന് വെച്ചുകൊണ്ടാണ് പൂർത്തിയാക്കിയത് ആ പ്രവൃത്തി. അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരുകയാണ്. അതാണ് ഐ ഹാവ് ഓപ്പൺ ദ ഡോർ യു മേ കം ഇൻ എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഡോറ് മാറിയിട്ടുണ്ടോ? ഇല്ല, ഡോറ് തുറന്ന് കിടക്കുക തന്നെയാണ്. നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയല്ല, തുറന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് കടന്നു വരാം, ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുകയാണ്. അതാണ് പ്രവൃത്തി പൂർത്തിയായി ആ അവസ്ഥയിൽ തന്നെ തുടരുന്നു. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ബോയ് ഡാഷ് ഡൗൺ, പ്ലീസ് കോൾ ആൻ ആംബുലൻസ്. ഓക്കെ, അതായത് അവിടെ ചേർക്കേണ്ട വെർബ് എന്ന് പറയുന്നത് ഫെല്ലാണ്. കുട്ടി താഴെ വീണു, ആംബുലൻസ് വിളിക്കുക. അതായത് കുട്ടി താഴെ വീണ് കിടക്കുക തന്നെയാണ്. ആംബുലൻസിലേക്ക് വിളിച്ചാൽ നമുക്ക് ആംബുലൻസ് വിളിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടി വീണ് കിടക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഓക്കെ, നമ്മൾ ആ കിടക്കുന്ന സമയത്ത് തന്നെ പറയുകയാണ്, ഓക്കെ വീണു, അങ്ങനെ ആ അവസ്ഥ തന്നെ തുടരുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസൻറ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ദ ബോയ് സിംഗുലറാണ്, അപ്പോൾ ഹാസ്. ഫോളൻ, ഫോളൻ ആണ് V3 ഫോം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പറഞ്ഞു, സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്, യൂഷ്വൽ കാര്യങ്ങളാണെങ്കിൽ സിമ്പിൾ ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ്. കണ്ടിന്യൂസ് ആണെങ്കിലോ ഈ പറയുന്ന സമയത്ത് തുടരുന്നു. ഓക്കെ, ഒരു പെർഫെക്റ്റ് ആണെങ്കിലോ പൂർത്തിയായ അവസ്ഥയിൽ തുടരണം. പറയുന്ന സമയത്ത് തുടരുന്നത് കണ്ടിന്യൂസ് ആണ്, പൂർത്തിയായിട്ട് ആ പൂർത്തിയായ അവസ്ഥ തന്നെയാണെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആണോ പെർഫെക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്ന അതിനായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഐ ആം ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണോ അതോ പഠിപ്പിച്ച് കഴിഞ്ഞെന്നാണോ അർത്ഥം? ഓക്കെ, ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ഫോമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ഞാൻ പറഞ്ഞത് ഐ ആം ടീച്ചിങ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന സമയത്ത് ഞാൻ ചെയ്യുക, അതാണത്. ഓക്കെ, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നിട്ട് ഇനിയൊന്നും പഠിപ്പിക്കുന്നില്ല, അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് ഹർ ഹോംവർക്ക് നൗ. അപ്പോൾ നൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നല്ലേ. അപ്പോൾ ഇപ്പോൾ നടക്കുന്നൊരു കാര്യമാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ തുടരുന്ന ഒരു കാര്യമാണ് എങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡൂയിങ്, ഈസ് ഡൂയിങ്. അപ്പോൾ ഷീ ഈസ് ഡൂയിങ് ഹർ ഹോംവർക്ക് നോ. കാരണം ഷീ എന്താണ്? ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ അവിടെ ഈസേ വരുള്ളൂ, സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഷീ ഈസ് ഡൂയിങ് ഹർ ഹോംവർക്ക് നൗ. അതിൻ്റെ ഫോം ഈസ് ആർ പ്ലസ് VNG അല്ലേ, അതൊന്ന് ഓർത്തേക്ക്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്താണ്? സി. ഡൂയിൻ്റെ വേർബിൻ്റെ ING ഫോമാണ് ഡൂയിങ്. ഓക്കെ, അതൊക്കെ അറിയാമല്ലോ. വേർബിൻ്റെ ക്ലാസ് വേണമെങ്കിൽ പറയണം കേട്ടോ. വാട്ട് ഈസ് ദ ഹെൽപ്പിംഗ് വേർബ് യൂസ്ഡ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ്? പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഹാസോ ഹാവോ. പ്രസൻറ്റ് ആണെങ്കിൽ ഹാസോ ഹാവോ, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം ആദ്യം എഴുതി നോക്കുക, ഹാസ് ഓർ ഹാവ്. ഓക്കെ, അത് ഹെൽപ്പിംഗ് വെർബാണോ? ഹെൽപ്പിംഗ് വെർബ് എന്താണ്? മെയിൻ വെർബിനെ സഹായിക്കുന്നത്. ഓക്സിലറി വെർബ് എന്നും പറയും ഇതിനെ. ഓക്കെ, അപ്പോൾ വെർബ് എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ്, റീഡ്, പ്ലേ എന്നൊക്കെ പറയുന്നതാണ് മെയിൻ വെർബുകൾ. എന്നാൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ചേർക്കുന്നത്. ഓക്കെ, ഈ വെർബിന് മുമ്പ് ചേർക്കുന്നത്, മെയിൻ വെർബിന് മുൻപ് വരുന്ന ഈസ് അല്ലെങ്കിൽ വാസ് എന്നൊക്കെ പറയില്ലേ, ഈസ് റൈറ്റിംഗ്,
ഹാസ് റിട്ടൺ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇതാണ് ഹെൽപ്പിംഗ് വെർബിന്. നമ്മളതിനെ ഓക്സിലറി വെർബെന്നും പറയും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോമിൽ ഹാസോ ഹാവോ ആണ് വരേണ്ടത്. ഇവിടെ ഹാസ് ഓർ ഹാവ് ആണ്. ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഹെൽപ്പിംഗ് വെർബ് എന്താണ്? ഓക്സിലറി വെർബെന്നും പറയും. ഹെൽപ്പിംഗ് വെർബിനെ ഓക്സിലറി വെർബെന്നും പറയും. ഓക്സിലറി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കമ്മിറ്റി ഡാഷ് ടു അനൗൺസ് ദ ഡിസിഷൻ ടുഡേ. ആദ്യം കമ്മിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവ് നൗണിൽ ഒറ്റ ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അവരെ കൺസിഡർ ചെയ്യുള്ളൂ. എന്നാൽ കമ്മിറ്റി എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുക എന്നാണ് പറയുന്നതെങ്കിൽ ഇവർക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വ്യൂ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ പ്ലൂറൽ ഫോമിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ കമ്മിറ്റി പല കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്ലാനിങ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിനെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനെ കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഡിസിഷൻ ടുഡേ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നടക്കുന്നൊരു കാര്യമല്ലത്. അതുകൊണ്ട് നമുക്കിത് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. ഓക്കെ, ഇത് ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ ഒരു മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ സാധാരണയായി നടക്കുന്ന കാര്യം മാത്രമല്ല, ഒരു ഷെഡ്യൂൾഡ് മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ കമ്മിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് പറയേണ്ടത് പ്ലാൻ എന്ന് പറയുന്ന വെർബാണ് അവിടെ ചേർക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഇതിനെ ഒരു സിംഗുലർ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു സിംഗുലർ സബ്ജക്റ്റായി മാറി. അപ്പോൾ കമ്മിറ്റി പ്ലാൻസ് എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. കമ്മിറ്റി പ്ലാൻസ് ടു അനൗൺസ് ദ ഡിസിഷൻ ടുഡേ. അപ്പോൾ നമുക്കിത് അവിടെ എഴുതി ചേർക്കാം. സിമ്പിൾ സാധാരണ നടക്കുന്ന കാര്യങ്ങൾ, അതായത് യൂഷ്വലി, ഹാബിച്വലി, സെൽഡം, ഓഫൺ എന്നൊക്കെ പറയുന്ന വേർഡ്സിൻ്റെ കൂടെ ഷെഡ്യൂൾഡ് മീറ്റിങ്സിനെയും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നതെന്ന് ഓർക്കുക. അടുത്തത്, ഷീ യൂഷ്വലി ഡാഷ് ടീ ഇൻ ദ മോർണിംഗ്. അപ്പോൾ യൂഷ്വലി വന്നു. യൂഷ്വലി, ഹാബിച്വലി, സെൽഡം, ഓഫൺ ഒക്കെ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ചേർക്കേണ്ടത് ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിനെ ആണ് ചേർക്കേണ്ടതെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് വരും. ഓക്കെ, സിംഗുലർ വെർബാക്കണ്ടേ. ഷീ ഡ്രിങ്ക്സ്. അപ്പോൾ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദേ ഡാഷ് എ ന്യൂ ഹൗസ് റീസെൻ്റ്ലി. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, വാങ്ങിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു കാര്യത്തിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയുന്നത്. പൂർത്തിയായി, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പൂർത്തിയായതേ ഉള്ളൂ. അങ്ങനെ ആ അവസ്ഥയിൽ തന്നെയാണ് അത് തുടരുന്നത്. അവർ വീട് വാങ്ങിച്ചു, വീട് പിന്നെ വിറ്റിട്ടൊന്നുമില്ലല്ലോ, വീട് വാങ്ങിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായി? പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാവ് ആണോ ഹാഡ് ആണോ ചേർക്കേണ്ടത്? ദേ എന്ന് പറയുന്ന പ്ലൂറലാണ്, ഹാവും ചേർക്കാം ഹാഡും ചേർക്കാം. പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ബോട്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദേ ഹാവ് ബോട്ട് എ ന്യൂ ഹൗസ് റീസെൻ്റ്ലി. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത്, ഐ ഡാഷ് മൈ വർക്ക് അറ്റ് 9 AM എവ്രി ഡേ. എവ്രി ഡേ എന്ന് പറയുന്ന ഒരു യൂഷ്വൽ നമ്മുടെ ഒരു കാര്യമാണ് പറയുന്നത്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സാധാരണ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. എങ്കിൽ ഐ എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റായിട്ടാണ് എടുക്കുക. ഐയുടെ കൂടെ പ്ലൂറൽ വെർബേ നമ്മൾ ചേർക്കുള്ളൂ. ഐ സ്റ്റാർട്ട് മൈ വർക്ക് അറ്റ് 9 AM എവ്രി ഡേ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റാണി ഡാഷ് ഇൻ ദ ഗാർഡൻ നൗ. നൗ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എന്താ? വെർബ് ഐ എൻ ജി, ഈസ്, ആം, ആർ പ്ലസ് വെർബ് ഐ എൻ ജി ആണ്. അപ്പോൾ ഈസ് വർക്കിംഗ്. ഇനി ദേ ഡാഷ് ഓൾറെഡി ഡാഷ് ദ മൂവി. അപ്പോൾ ഇത് ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, പൂർത്തിയായതേ ഉള്ളൂ. എങ്കിൽ നമ്മളിവിടെ നമുക്ക് ഓൾറെഡി ഓപ്ഷനിൽ ഹാഡ് ഇല്ല, ഹാഡൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ദേ ഹാവ്. പിന്നെ ഹാവ് 2 എണ്ണം കിടപ്പുണ്ട്, സീനും ഉണ്ട് സോയും ഉണ്ട്. സിയുടെ V3 ഫോമാണ് നമുക്ക് വേണ്ടത്. സി, സോ, സീൻ എന്നാണ് 3 ഫോംസ് സിയുടെ.
അപ്പോൾ V1 V2 V3 ഏതൊക്കെയാണ്? V1 സി, V2 സോ, V3 സീൻ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഹാവ് സീൻ, ഓപ്ഷൻ എ ആണ് ആൻസർ. ദേ ഹാവ് ഓൾറെഡി സീൻ ദ മൂവി. അപ്പോൾ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ടു ദ റേഡിയോ എവ്രി മോർണിംഗ്. എവ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സിമ്പിൾ പ്രസൻ്റ് ആണ്, എന്നും നടക്കുന്ന കാര്യമാണ്. ഐയുടെ കൂടെ പ്ലൂറൽ വെർബേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഐ ലിസൺ, ഓപ്ഷൻ ഡി ആണ്. ഹാബിച്വൽ ആക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ലിസൺ ടു ദ റേഡിയോ എവ്രി മോർണിംഗ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഷീ യൂഷ്വലി ഡാഷ് ദ ഡിഷസ് ആഫ്റ്റർ ലഞ്ച്. യൂഷ്വലി എന്ന് പറയുന്നത് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാഷസ്. ഓക്കെ, ഷീ യൂഷ്വലി വാഷസ്. അടുത്തത്. ഐ യൂഷ്വലി ഡാഷ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. യൂഷ്വലി വന്നല്ലോ. ഐ ഫിനിഷ്, കാരണം അത് ഫിനിഷാണ് അവിടെ പ്ലൂറൽ. ഓക്കെ, ഫിനിഷ്, ഓപ്ഷൻ എ. അടുത്ത നമുക്ക് കുറച്ച് PYQs നോക്കാം. ഐ ഡാഷ് ജസ്റ്റ് കം. ഓക്കെ, ഐ ഡാഷ് ജസ്റ്റ് കം. നമുക്ക് കം കണ്ടു കഴിഞ്ഞാൽ അത് V1 ആണോ V3 ആണോ എന്ന് മനസ്സിലായില്ല, കാരണം കം കെയിം കം എന്നാണ് വരിക. അപ്പോൾ നമ്മൾ എടുക്കേണ്ട വാക്കാണ് ജസ്റ്റ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഒരു കാര്യം എന്താണ്? ഇപ്പോൾ പൂർത്തിയായി, ആ അവസ്ഥയിൽ തന്നെ തുടരുക. അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയുക. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇവിടെ ഐ ആയതുകൊണ്ട് നമുക്ക് ഹാവ് വേണം. അപ്പോൾ നമ്മൾ V3 ആണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? കമ്മിൻ്റെ 3 ഫോംസ് ഓർത്ത് നോക്കുക. കം, കെയിം, കം ആണ്. കം തന്നെയാണ് V3 ഫോം. ഓക്കെ, V1 V2 V3 എഴുതി നോക്കുക. കം, കെയിം, കം. അപ്പോൾ ഐ ഹാവ് ജസ്റ്റ് കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാവ് ആണ് അവിടെ ചേർക്കേണ്ടത്, മനസ്സിലാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് എന്ന് പറയുന്ന വാക്കിനെ എടുത്തിട്ടാണ് നമ്മളിത് മനസ്സിലാക്കി എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോംസ് ആദ്യം ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ V1 V2 V3 ഫോംസ് ഒക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. അതൊക്കെ ആണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാമു യൂഷ്വലി ഡാഷ് ഫുട്ബോൾ. രാമു യൂഷ്വലി ഡാഷ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി രാമു കളിക്കുന്നതാണ് ഫുട്ബോൾ. അപ്പോൾ എന്ത് ടെൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക? സാധാരണ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക. ഓക്കെ, അപ്പോൾ രാമു യൂഷ്വലി എന്ന് പറയുന്ന വാക്കിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. യൂഷ്വലി എന്ന വാക്കാണ് ഇവിടെ ടെൻസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റേ ഉപയോഗിക്കുകയുള്ളൂ. പ്ലേസ്. ഓക്കെ, പ്ലേസ്. രാമു യൂഷ്വലി പ്ലേസ്, കാരണം രാമു സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ രാമു യൂഷ്വലി പ്ലേസ് ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? പാസ്റ്റിൽ തുടങ്ങി, ഇപ്പോഴും തുടരുന്നു. പാസ്റ്റിൽ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുന്നു. അത് നിർത്തിയിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു കാര്യമാണ്. നേരത്തെ തന്നെ നമ്മൾ തുടങ്ങിയിരുന്നു, അതിപ്പോഴും നടക്കുന്നു. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. ഓക്കെ, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞു പോയി എന്ന് ഓർക്കരുത്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടരുന്നു, അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഐ ഡാഷ് വർക്കിംഗ് ഹിയർ സിൻസ് 2002. ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സിൻസ് കണ്ടോ? സിൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങി. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എന്താ? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. അപ്പോൾ ഇവിടെ ഐ ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. ഹാവ് ബീൻ ing. ഓക്കെ, അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2002. അടുത്ത ക്വസ്റ്റ്യൻ. സിൻസും ഫോറും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട വേർഡ്സ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സിൻസും ഫോറും ഉണ്ടാവും. സിൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം തുടങ്ങി എന്ന് പറയുന്നതിനാണ് സിൻസ്.
ഒരു ഡ്യൂറേഷൻ പറയാനാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക, ഫോർ മെനി ഇയേഴ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഡാനിയൽ ഡാഷ് ഓഫൺ. നമുക്ക് ജോഗ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ചേർക്കേണ്ടത്, വെർബാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പോൾ ഡാനിയൽ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളവിടെ ചേർക്കേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. ഇത് ഓഫൺ എന്ന് പറയുന്ന വാക്ക് എന്തിനാണ്? യൂഷ്വലി നടക്കുന്ന ഒരു കാര്യം, ഹാബിച്വൽ ആക്ഷനെയാണ് നമ്മൾ പറയുന്നത്. ഓഫൺ ഞാൻ മിക്കവാറും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഡാനിയൽ ജോക്സ് ഓഫൺ എന്ന് വരും. ഓക്കെ, എപ്പോഴൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. യൂഷ്വലി, ഹാബിച്വലി, ഓഫൺ, സെൽഡം, ഓൾവേയ്സ്, അങ്ങനെയുള്ള ഹാബിച്വൽ ആക്ഷൻസ് പറയുന്ന വേർഡ്, എവറി ഡേ, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഏതൊക്കെ വേർഡ്സാണ്? യൂഷ്വലി, ഓഫൺ, സെൽഡം, ഓൾവേയ്സ്, എവറി ഡേ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്ത് ടെൻസാണ് ഉപയോഗിക്കുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് സിംഗുലറും പ്ലൂറലും കൊടുക്കേണ്ടത്. ഓക്കെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും കൂടെ ശ്രദ്ധിച്ച് വേണം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യാൻ. സിമ്പിൾ പ്രസൻറ്റ് അല്ല, പ്രസൻറ്റ് ടെൻസ് അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം PYQ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഷീ ഡാഷ് സേവിങ് ഹർ മണി ഫോർ മെനി ഇയേഴ്സ്. ഓക്കെ, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പൈസ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി കഴിഞ്ഞു. അതായത് പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണ്, ഇപ്പോഴും ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഫോർ എന്ന് പറയുന്ന വാക്ക് കിട്ടുമ്പോഴേ നമുക്കറിയാം, സിൻസ് ആണെങ്കിൽ നമുക്കറിയാം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് പോവുക. അപ്പോൾ ഷീ ആയതുകൊണ്ട് ഹാസ് ചേർക്കുക. ഷീ ഹാസ് ബീൻ സേവിങ് ഹർ മണി ഫോർ മെനി ഇയേഴ്സ്. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും ഇത് വേണമെങ്കിൽ പറയാം, ഫോറും സിൻസും വരുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി ദേ ഡാഷ് ലിവിങ് ഹിയർ സിൻസ് 1985 മുതൽ ഇവിടെ ജീവിക്കുകയാണ്, ഇപ്പോഴും അവിടെ തന്നെയാണ്. അങ്ങനെയാണെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കുന്നത് സിൻസ് കണ്ടല്ലോ. സിൻസും ഫോറും വരുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ദേ ആയതുകൊണ്ട് ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1985. അപ്പോൾ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഫോംസിലുമുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തു. PYQസും നോക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഓരോ ഫോമും യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു PSC റാങ്ക് അപ്പ്. ഇത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കായിരിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഫോളോയിങ് PSC റാങ്ക് അപ്പ്.